ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയാണ് ഇറാൻ. ഇസ്രായേലിന് പശ്ചിമേഷ്യയിൽ നിന്ന് ഭയമുള്ള പ്രധാനപ്പെട്ട കാര്യം ഇറാൻ വികസിപ്പിക്കുന്നു എന്ന് പറയുന്ന ആണവായുധമാണ്. ആവശ്യമെങ്കിൽ ഒരു മാസത്തിനകം ആണവായുധം നിർമ്മിക്കാൻ ശേഷിയിലേക്ക് ഇറാൻ എത്തിയെന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയപ്പോഴാണ് നെതന്യാഹു ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞത് എന്നാണ് ഒരു വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഈ ആക്രമണത്തിലൂടെ അതിന് തടയിടാൻ ഇസ്രായേലിന് കഴിയുമോ? ഇറാൻ്റെ ആണവ പരീക്ഷണങ്ങളും മിസൈൽ സിറ്റിയുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങൾ തുരന്ന് ഒരു കിലോമീറ്ററോളം താഴ്ഭാഗത്താണ് എന്നാണ് കരുതുന്നത്. ഇത് തകർക്കാൻ അമേരിക്ക സഹായിക്കുമോ? നോക്കാം. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. (2018) മുതൽ ആണവായുധം നിർമ്മിക്കാനുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ഇറാൻ വലിയ നേട്ടം കൈവരിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയ നിരവധി ശാസ്ത്രജ്ഞരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇസ്രായേൽ കൊന്നുകളഞ്ഞു. മൊസാദ് പല രഹസ്യ അട്ടിമറികളും നടത്തി. പക്ഷേ ഇറാൻ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് വേണമെങ്കിൽ ഒരു മാസത്തിനകം ആണവായുധം നിർമ്മിക്കാവുന്ന ശേഷിയിലേക്ക് ഇറാൻ എത്തിയത്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള ഏത് ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയാലും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയില്ല എന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ഇസ്രായേലിനെ അറിയിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഏറ്റവും വലിയ ബോംബ് 30,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ ഇതിനു വേണം എന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത്. പർവ്വതങ്ങൾക്കടിയിൽ ഇറാൻ സജ്ജമാക്കിയ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റി തരിപ്പണമാക്കണമെങ്കിൽ ചുരുങ്ങിയത് ഈ ആയുധമെങ്കിലും വേണം. മെയ് മാസത്തിൽ ഇത്തരമൊരു ആക്രമണം നടത്താൻ നെതന്യാഹു പ്ലാനിട്ടു. അതിന് അമേരിക്കയുടെ സഹായം തേടി. ഇറാനെതിരെ ഒരു യുദ്ധം തുടങ്ങാൻ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ അമേരിക്കക്ക് പ്രധാനമാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസുകൾ ഉപയോഗിക്കാൻ പക്ഷേ ഒരു ഗൾഫ് രാജ്യവും സമ്മതം മൂളിയില്ല. പിന്നെ ഇറാനെ ആക്രമിക്കാൻ അമേരിക്കക്ക് കഴിയുക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ദ്വീപായ ദീഗോഗാസയിലെ US താവളത്തിൽ നിന്നാണ്. ഇവിടേക്ക് ഇറാൻ്റെ ഭൂഗർഭ ആണവ പദ്ധതി നശിപ്പിക്കുന്നതിനാവശ്യമായ 30,000 പൗണ്ട് ബോംബുകൾ വഹിക്കാൻ ശേഷിയുള്ള 1/2 ഡസനോളം B-2 ബോംബറുകൾ അമേരിക്ക അയച്ചു. ഇസ്രായേലിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയക്കുന്നതും പരിഗണിച്ചു. ട്രംപ് ഭരണകൂടത്തിലെ ഒരു വിഭാഗം ഇസ്രായേലിനൊപ്പം ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. 2020 ഇറാനിലെ ഏറ്റവും ഉന്നത സൈനിക വിഭാഗമായ ഖുദ്സ് ഫോഴ്സിൻ്റെ കമാൻഡറായ ജനറൽ കാസിം സുലൈമാനിയെ വധിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. കഴിഞ്ഞ വർഷത്തെ US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ട്രംപിനെ വധിക്കാൻ ഇറാൻ രഹസ്യമായി ചാവേറുകളെ നിശ്ചയിച്ചെന്ന പ്രചാരണവും സയനിസ്റ്റ് ലോബി കൊഴുപ്പിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഏപ്രിൽ ആദ്യവാരത്തിൽ നടന്ന നിർണായകമായൊരു മീറ്റിംഗിൽ US നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് ഒരു കാര്യം അറിയിച്ചു. അമേരിക്കൻ ആയുധശേഖരം അമേരിക്കക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് ഉപയോഗിച്ച് ഇറാനുമായി വിശാല യുദ്ധത്തിന് പോകുന്നത് മണ്ടത്തരമാണ് എന്നായിരുന്നു ഗബാർഡിൻ്റെ നിർദ്ദേശം. വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈൽസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, US വൈസ് പ്രസിഡന്റ് JD വാൻസ് എന്നിവരെല്ലാം ഇത് ശരിയാണെന്ന് വിലയിരുത്തി. ഏപ്രിൽ 3 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ട്രംപിനെ ഫോണിൽ വിളിച്ചു. ആക്രമണത്തിന് അനുമതി ചോദിച്ചു. പക്ഷേ മറുപടി ഫോണിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും നേരിട്ട് വൈറ്റ് ഹൗസിലേക്ക് വരാമെന്നും അറിയിച്ചു. ഏപ്രിൽ 7 തന്നെ നെതന്യാഹു വാഷിംഗ്ടണിലെത്തി. ഇറാനുമായി ആക്രമണത്തിനല്ല, ചർച്ചയ്ക്കാണ് US ഉദ്ദേശിക്കുന്നത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് തുറന്നു പറഞ്ഞു. നെതന്യാഹു വൈറ്റ് ഹൗസിൽ ആയിരിക്കുമ്പോൾ തന്നെ ട്രംപ് ഇറാനുമായുള്ള ചർച്ചകൾ പരസ്യമായി അങ്ങ് പ്രഖ്യാപിച്ചു. തുടർന്ന് ഒമാനിൽ അമേരിക്കയും ഇറാനും ഒരുമിച്ചിരുന്ന് ആണവ കരാർ ചർച്ച തുടങ്ങി. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മധ്യസ്ഥനായി ഒമാൻ വിദേശകാര്യമന്ത്രിയും പങ്കെടുത്തു. ഒമാന് ശേഷം പിന്നീട് ഇറ്റലിയിലും മറ്റുമായി 5 ഘട്ടങ്ങളിലായി ഈ ചർച്ചകൾ അങ്ങനെ തുടർന്നു. ചർച്ചകളെ ആണവായുധത്തിൽ കേന്ദ്രീകരിക്കാൻ ഇറാന് കഴിഞ്ഞു. ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവർ ഇറാൻ്റെ പ്രോക്സികളാണ് എന്നും അവരുടെ ആക്രമണം നിർത്തണമെന്നുമൊക്കെ അമേരിക്ക പറയാൻ തുനിഞ്ഞുവെങ്കിലും അവരുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്ന തരത്തിൽ കാംനായി തന്നെ നടത്തിയ പ്രസ്താവനകൾ വലിയ ചർച്ചയായി. 2015 ആണവ കരാറിൽ നിശ്ചയിച്ച 3.67% യുറേനിയം സമ്പുഷ്ടീകരണ നിരക്ക് കുറയ്ക്കാൻ തയ്യാറാണ് എന്ന് ഇറാൻ ചർച്ചയിൽ അറിയിച്ചതായാണ് സൂചന. അതേസമയം ആണവ പരീക്ഷണം പൂർണ്ണമായും നിർത്തിവെക്കാൻ തയ്യാറല്ല എന്നും ഇറാൻ അറിയിച്ചു. ആണവായുധം ഇറാൻ നിർമ്മിക്കില്ലെന്ന് ഉറപ്പു നൽകിയാൽ ഇറാനെതിരെയുള്ള ഉപരോധം പിൻവലിക്കാനും അമേരിക്ക തയ്യാറാകേണ്ടി വരും. ഇങ്ങനെ വരികയാണെങ്കിൽ അത് ഇസ്രായേലിനാണ് ഏറ്റവും വലിയ തിരിച്ചടിയാവുക. അമേരിക്ക എപ്പോഴൊക്കെ ഇറാനുമായി അനുനയത്തിന് പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇസ്രായേൽ ഇടങ്കോലിട്ടിട്ടുണ്ട്. അത് ഇവിടെയും തുടർന്നു. മസ്കത്തിൽ അവസാനവട്ട ചർച്ച നടക്കേണ്ടിയിരുന്ന സമയത്തിന് 48 മണിക്കൂർ മുമ്പാണ് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ 30,000 പൗണ്ട് ഭാരമുള്ള ബങ്കർ ബസ്റ്റർ കിട്ടാത്തതിനാൽ
ഇറാന്റെ ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങളും ആണവ കേന്ദ്രങ്ങളും തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. 2 ആണവ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ഇറാനുള്ളത്. ഒന്ന് നത്വാൻസിലാണ്. 10,000 സെൻട്രിഫ്യൂജുകളാണ് ഇവിടെയുള്ളത്. നത്വാൻസിൽ മുകൾ നിലയിലാണ് ഇസ്രായേലിൻ്റെ ബോംബ് വീണത്. ആണവ പരീക്ഷണത്തിൻ്റെ പ്രധാന ഭാഗങ്ങളുള്ള ഭൂഗർഭ നിലകൾ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചില്ല. 2ാമത്തെ ആണവ നിലയം ഫോർദോയിലാണ്. എണ്ണത്തിൽ കൂടുതൽ സെൻട്രിഫ്യൂജുകൾ നത്വാൻസിലാണെങ്കിലും കരുത്തേറിയവ ഫോർദോയിലാണ്. പർവ്വതത്തിന് താഴെയുള്ള ഭൂഗർഭ നിലയത്തിൻ്റെ പ്രവേശന കവാടം താൽക്കാലികമായി അടഞ്ഞു എന്നല്ലാതെ ഇസ്രായേൽ ആക്രമണത്തിൽ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നേരത്തെ US നൽകിയ രഹസ്യാന്വേഷണ വിവരം ശരിയാണെന്ന് തെളിഞ്ഞു. ഭൂമി തുളച്ചിറങ്ങുന്ന ബങ്കർ ബസ്റ്റർ ബോംബുകൾക്കല്ലാതെ ഈ നിലയങ്ങൾ തകർക്കാനാവില്ല എന്ന് വ്യക്തമായി. അതിന് അമേരിക്ക സഹായിക്കുക തന്നെ വേണം. ഏതെങ്കിലും ഘട്ടത്തിൽ ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അതിൽ അമേരിക്കയെ പങ്കാളിയാക്കരുത് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് തീർത്തു പറഞ്ഞിരുന്നു. ഇറാനെ അമേരിക്ക ആക്രമിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളടക്കം ട്രംപിന് എതിരായാൽ ചൈനയും റഷ്യയും ഇവിടെ ഇറങ്ങിക്കളിക്കുമെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ആക്രമണത്തിൽ പങ്കില്ല എന്ന് ട്രംപ് ഭരണകൂടം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. പക്ഷേ അമേരിക്കയിലെ സയനിസ്റ്റ് ലോബി വളരെ ശക്തരാണ്. എല്ലാ യുക്തിക്കും അപ്പുറം സയനിസ്റ്റ് ലോബിയുടെ യുക്തി മേൽക്കൈ നേടുമോ എന്ന് ഇനി വരും ദിവസങ്ങളിൽ അറിയാം.